Hey, hello guys, welcome back to our channel. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ 2 രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പോൾ ആവുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ ഗെറ്റോ കൂളായിട്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് തന്റെ കേഴ്സ് മാനിപ്പുലേഷൻ ടെക്നിക് യൂസ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ആ ക്യൂ ഗ്രൂപ്പ് താളെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടറാ, ഇനി ഞാൻ ഒരു പ്രശ്നത്തിനും നിൽക്കില്ലടാ, എന്നെ വെറുതെ വിട്, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയിട്ട് എവിടെയെങ്കിലും പോയി പണിയെടുത്ത് ജീവിച്ചോളാടാ എന്ന് പറയുവാണ് അവർ. നീ എന്താ പറഞ്ഞേ? ഒരു കേഴ്സ് യൂസർ ആയിട്ടുള്ള നീ എങ്ങനെ പണിയെടുത്ത് ജീവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ഗെറ്റോ. ഇത് കേട്ട് ടെൻഷനായ ആ കേഴ്സ് യൂസർ, ശരി എന്റെയൊക്കെ മുകളിലിരിക്കുന്ന ഒരുത്തനുണ്ടറാ, അവനാണ് പവർഫുൾ, അവൻ വരും നിന്നൊക്കെ ഇല്ലാതാക്കൂടാ എന്ന് പറഞ്ഞു തീർന്നതും ഗെറ്റോയുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നു. നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ഇവനാണോ എന്ന് ചോദിച്ച് ഗെറ്റോ കാണിച്ചു കൊടുക്കുന്നു. നോക്കുന്ന സമയത്ത് ഗോജോ അവനെ അടിച്ച് പപ്പടമാക്കി അവന്റെ കൂടെ ഒരു സെൽഫി എടുത്തിട്ടുണ്ട്. സോ അവന്റെ ടീമിലെ മികച്ചൊരു കേഴ്സ് യൂസർ ആയിട്ടുള്ള ബയറിനെ അടിച്ച് തോൽപ്പിച്ചത് കൊണ്ട് ഇവൻ ആകെ അങ്ങ് ഇല്ലാണ്ടാവുന്നു. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ഒരു വലിയൊരു ബോട്ട് റേസിംഗ് നടക്കുന്നുണ്ട്. ബയറിന് ഇപ്പൊ ഈ നടക്കുന്ന ബോട്ട് റേസിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നാണ് ഇപ്പൊ കിട്ടിയ പുതിയ വിവരം എന്നൊരാൾ അനൗൺസ് ചെയ്യുന്നു. സോ ആ ബയറിനെ തന്നെയാണ് ഇവിടെ നമ്മുടെ ഗോജോ അടിച്ച് പപ്പടമാക്കിയിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ആ ബോട്ട് റേസിംഗ് കാണാൻ വേണ്ടി ഇപ്പൊ അങ്ങോട്ട് ടോജി വന്നിട്ടുണ്ട്. ഓ, പറഞ്ഞ ജോലി ചെയ്യാതെ നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് സ്റ്റാർ റിലേജസ് ഗ്രൂപ്പിലെ ഒരു മെമ്പർ അങ്ങോട്ട് വരുന്നു. ഞാൻ നിങ്ങളെ പോലെ അത്ര വലിയ പണക്കാരനൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ച് വന്നതാ എന്ന് പറയാണ് ടോജി. ഓ നീയോ, നീ ഇപ്പോ ഇവിടെ ബെറ്റ് കെട്ടിട്ട് അതിൽ ജയിക്കാൻ പോകുന്നു, അത് ഞാൻ വിശ്വസിക്കണം അല്ലെ? ഇതേ സ്ഥലത്തിരുന്ന് നീ എത്ര പ്രാവശ്യം തോറ്റിട്ടുണ്ടെന്ന് എനിക്കറിയാലോ മോനെ. ശരി, പറഞ്ഞ ജോലി നീ എപ്പോഴാ ചെയ്യുന്നേ? നീ ഇത് ഇത്ര ലേറ്റ് ആക്കുന്നതുകൊണ്ട് മുകളിലിരിക്കുന്നവർക്ക് അത് അത്രയും ഇഷ്ടപ്പെടുന്നില്ല എന്നാ റിലീജിയസ് മെമ്പർ പറയുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റാർ പ്ലാസ്മ വെസലിന്റെ കൂടെയുള്ളത് ഗോജോ സാട്ടറോ ആണ്, ഗോജോ ഫാമിലിയുടെ മൂത്ത സന്തതി. തൊട്ടോ പിടിച്ചോന്നും പറഞ്ഞ് അവന്റെ മുമ്പിലോട്ട് ചെന്ന അവന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം അവനെ കുറച്ച് ടയർഡ് ആക്കണം, എന്നിട്ട് ഞാൻ കളത്തിൽ ഇറങ്ങിക്കോളാം, പിന്നെ ഇത് ഞാൻ നോക്കിക്കോളാം, നീ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്ക് എന്ന് ടോജി പറയുന്നു. ഇതേ സമയമാണ് അവൻ ബെറ്റ് വെച്ചിരുന്ന ആൾ തോൽക്കുന്നത്. ഇത് കണ്ട് ആ റിലീജിയസ് മെമ്പർ എപ്പോഴും ഇതുപോലെ ആവാണ്ടിരുന്നാ മതി എന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേക്കുന്നു. ബൈ ദ ബൈ, മിഗൂമിക്ക് എങ്ങനെയുണ്ട് എന്ന് അവൻ ചോദിക്കുന്നു. ഇവൻ ആരെ പറ്റിയാ ചോദിക്കുന്നേ? ഇതേ സമയം മറ്റൊരു ഭാഗത്ത് സ്റ്റാർ പ്ലാസ്മ വെസലിനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോജോ. അവളുടെ പേര് റീക്കോ എന്നാണ്. ഇവളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെന്ന് ഗോജോ ചോദിക്കുന്നു. ഏയ്, അതിന്റെ ആവശ്യമില്ല, ഷോക്കോ ചെയ്യുന്നത് പോലെ റിവേഴ്സ് കേഴ്സ് എനർജി യൂസ് ചെയ്താൽ മതി എന്ന് ഗെറ്റോ പറയുന്നു. അത് നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടുതലമുത്തെ എന്ന് പറയാണ് ഗോജോ. സോ ഒരു പ്രാവശ്യം ഷോക്കോ അത് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കിയിരുന്നു. അന്ന് ചാക്കമാഷിന്റെ കണക്ക് ക്ലാസ്സിലിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അവർക്കുണ്ടായിരുന്നേ. ശരി, ഇനി വേറെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് റീക്കോ കണ്ണു തുറക്കുന്നു. ഒരു നിമിഷം ഗോജോയെ തന്നെ നോക്കി നിൽക്കുന്ന റീക്കോ അവന്റെ മോന്തെ കിട്ടുന്നത് കൊടുത്തിട്ട്, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കൊല്ലാൻ നോക്കണാന്നും പറഞ്ഞ് ടെൻഷൻ ആവുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയായത് കൊണ്ട് ഗോജോക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. റീക്കോ, നീ വിചാരിക്കുന്ന പോലെയൊന്നല്ല കാര്യങ്ങൾ, ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വന്നതാ എന്ന് ഗെറ്റോ പറയുന്നു. നിന്റെ മോന്ത കണ്ടാലറിയാം നീ അതിലും വലിയ കളനാ എന്ന് റീക്കോ ഗെറ്റോയോട് പറയുന്നു. സോ രണ്ടുപേർക്കും വയർ നിറച്ച് കിട്ടിയത് കൊണ്ട് കയർ ഫാക്ടറിയിലെ കയർ പിരിക്കുന്ന പോലെ അവർ അവളെ പിരിക്കുന്നു. ഇതേ സമയമാണ് അങ്ങോട്ടൊരു ലേഡി വരുന്നത്. അവളുടെ പേര് കുറോയ്. കുറോയ് അവരോട് അവളെ വെറുതെ വിടാൻ പറയുന്നു. ഹേയ് കുറോയ്, നീ എവിടെയായിരുന്നു? അല്ല, ഇതെന്താ സംഭവം എന്ന് റീക്കോ ചോദിക്കുന്നു. ഇതാ മുന്നിലോട്ട് മുടി തൂക്കിയിട്ടിരിക്കുന്ന അയാളല്ലേ, അയാളുടെ എന്തോ ടെക്നിക്ക് ഉപയോഗിച്ച് കൊണ്ടുവന്നതാ എന്ന് പറയാണ് കുറോയ്. അയ്യോ, ഇങ്ങനെയൊന്നുമില്ല, ഇത് കേഴ്സ് മാനിപ്പുലേഷൻ ആണ്. പുറത്ത് കറങ്ങി നടക്കുന്ന കേഴ്സുകളെ പിടിച്ച് അവരെ അബ്സോർബ് ചെയ്ത് നമുക്ക് ഉപകാരപ്പെടുന്ന പോലെ ട്രെയിൻ ചെയ്തെടുക്കും, എന്നിട്ട് ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും എന്ന് ഗെറ്റോ പറയുന്നു. ആ മതി, ഇവിടെ നമ്മൾ വിചാരിച്ച പോലെ അല്ലടാ, ജാക്കി ചാന്റെ വകയിലെ പെങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. നിന്റെ കേഴ്സിനെ കണ്ട് ഇവിടെ പേടിച്ചു വിറച്ച് മൂത്രയ്ക്കുമെന്ന് വിചാരിച്ചപ്പോ അതാ അതിനെടുത്ത് തലോടിക്കൊണ്ടിരിക്കുന്നു. ഇവൾക്ക് നമ്മുടെ സഹായം ഒന്നും ആവശ്യമില്ല എന്ന് ഗോജോ പറയുന്നു. ഓ അങ്ങനെയാണോ? ശരി, ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പുറത്തുനിന്ന് നോക്കുമ്പോ ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ ഉള്ളിലാണ് ടെൻകൻ ഉള്ളത്. സോ ഞാനാണ് ടെൻകൻ, അതെ ടെൻകൻ ആണ് ഞാൻ. സോ നിങ്ങളെ പോലെയുള്ള ചില മണ്ടന്മാരെ ഞാനും ടെൻകനും ഒന്നിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. എന്റെ ആത്മാവും അവരുടെ ആത്മാവും ഒന്നു ചേരുന്ന സമയത്ത് ഞാനാണ് അവർ, അതെ അവരാണ് ഞാൻ എന്നൊക്കെ അവൾ സീരിയസ് ആയിട്ട് പറയുന്നു. എന്നാ അപ്പുറത്ത് ഗോജോ തന്റെ DP മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊള്ളാലോ DP എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗെറ്റോ. ഞാനിവിടെ പറയുന്നൊന്നും നിങ്ങൾ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിച്ച് ടെൻഷൻ ആവുകയാണ് റീക്കോ. ഇവളെന്തുവാടെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നേ? ചെവി പൊട്ടി പോകുന്നത് പോലെ തോന്നുന്നു. ഇങ്ങനെ ഒച്ച വെച്ച് മനുഷ്യന്മാരെ പേടിപ്പിക്കുന്ന ഒരാൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവോ എന്ന് ഗെറ്റോ ചോദിക്കുന്നു. നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല, ഞാൻ സ്കൂളിൽ ഭയങ്കര നല്ല കുട്ടിയാ, എനിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നറിയോ എന്ന് അവൾ പറയുന്നു. സോ ഇപ്പോഴാണ് അവൾക്ക് സ്കൂളിനെ പറ്റി ഓർമ്മ വരുന്നത്. ഇന്ന് സ്കൂളിൽ പോണ്ടേ, ഇപ്പൊ സ്കൂളിൽ പോകുന്നത് റിസ്ക് ആണെന്ന് കുറോയ് പറയുന്ന സമയത്ത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് സ്കൂളിൽ പോയേ പറ്റൂ എന്ന് പറയാണ് റീക്കോ.
സോ എല്ലാവരും കൂടി ചേർന്ന് അവളെ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ അവളെ സ്കൂളിലോട്ട് കൊണ്ടുവന്ന കാര്യം ഗോജോ പ്രിൻസിപ്പളിനെ വിളിച്ചു പറയുന്നു. തൂക്കിയെടുത്ത് അവളെ ജുജുത്സു ഹൈയിലോട്ട് കൊണ്ടുപോടാ എന്ന് പറയുന്നു പ്രതീക്ഷിച്ച ഗോജോ പ്രിൻസിപ്പൾ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്നു. അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്യട്ടെ, ഇത് ഞാൻ പറഞ്ഞതല്ല ടൺഗണാണ് പറഞ്ഞേ എന്ന് പ്രിൻസിപ്പൾ പറയുന്നു. ഓ, ഈ പെണ്ണിനെ നോക്കുന്നത് ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ്, നല്ല അടിച്ചു വളർത്താത്തതിന്റെ കേടാ എന്ന് പറയാണ് ഗോജോ. അങ്ങനെയല്ല ഗോജോ, അവൾ ടൺകന്റെ കൂടെ ചേരാൻ പോവാണ്. അവളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നേടിയെടുത്തിട്ട് വേണം അവൾ അങ്ങോട്ട് ചെല്ലാൻ. ടൺകനും അവൾ ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൾക്ക് അവളുടെ ഫാമിലി ഫ്രണ്ട്സ് ആരെയും കാണാൻ പറ്റില്ല. സോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവൾ കുറച്ച് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഗെറ്റോ പറയുന്നു. ഇതേ സമയമാണ് റീക്കോയെ കാണിക്കുന്നത്. അതിന്റെ യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ ഫ്രണ്ട്സിന്റെ കൂടെ വളരെയധികം ജോലിയായിട്ട് കളിച്ച് ചിരിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഫാമിലി എന്ന് പറയാൻ ആരുമില്ല. ചെറുപ്പത്തിൽ ഒരു കാർ ആക്സിഡന്റിൽ അവർ മരിച്ചുപോയി. അപ്പൊ തൊട്ട് ഞാനാണ് അവളെ നോക്കുന്നത് എന്ന് കുറോയി പറയുന്നു. ഓ, അപ്പൊ നീയാണ് അവരുടെ ഫാമിലി എന്ന് ചോദിക്കുകയാണ് ഗെറ്റോ. ആ, അങ്ങനെയും പറയാം. കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം അവൾ ഹാപ്പി ആയിട്ട് ഇരുന്നോട്ടെ, അതിനുശേഷം നിങ്ങൾ അവളെ കൊണ്ടുപോയിക്കോ എന്ന് കുറോയി പറയുന്നു. ആ, ശരി ശരി, എന്നാ അങ്ങനെ ആവട്ടെ. ഗെറ്റോ, നീ അവളുടെ കൂടെ അയച്ച ആ കേഴ്സ് അവളുടെ കൂടെ തന്നെ ഇല്ലേ? നിനക്ക് അവളെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഗോജോ ചോദിക്കുന്നു. മേയുടെ പോലെ എനിക്കത് കാണാൻ പറ്റില്ല, പക്ഷേ എന്ത് സംഭവിച്ചാലും എനിക്ക് അറിയാൻ സാധിക്കും. പെട്ടെന്നാണ് ഗോജോ, ഒരു പ്രശ്നമുണ്ട്, നമുക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ, 2 കേഴ്സുകളെ ഇല്ലാതാക്കി എന്നും പറഞ്ഞുകൊണ്ട് ഗെറ്റോ ഓടുന്നത്. പുറകെ തന്നെ ഗോജോയും കുറോയും ഓടുന്നു. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് വീണ്ടും ബെറ്റ് വെച്ച് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ടോജി. എന്നാൽ ടോജിക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആ റിലീജിയസ് ഗ്രൂപ്പ് മെമ്പർ അണ്ടർഗ്രൗണ്ട് വെബ്സൈറ്റ് നോക്കുവാണ്. സ്റ്റാർ പ്ലാസ്മ വെസലിന്റെ തലയ്ക്ക് 30 മില്യൺ ആണ് വിലയിട്ടിരിക്കുന്നത്. സോ ആരാണ് അവളെ കൊല്ലുന്നത് അവർക്ക് പണം കിട്ടും. ഇതേ സമയം തന്നെ റീക്കോയെ അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ 3 പേരും. അവളിപ്പോ ഏത് ക്ലാസ്സിലാണ് എവിടെയാണെന്നുള്ള കാര്യം അവർക്കറിയില്ല. സോ അതൊരു മിഷനറി സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഏത് സബ്ജക്റ്റിന്റെ ടീച്ചറാണോ ഫ്രീ ആയിട്ടുള്ളത് അവർക്ക് ആ സബ്ജക്ട് പഠിക്കാം. ഇപ്പൊ അവൾ മ്യൂസിക് ക്ലാസ്സിലാണുള്ളത്. അങ്ങനെ അവർ 3 പേരും 3 വഴിക്ക് പോയി അന്വേഷിക്കുന്നു. ഇതേ സമയം റിലീജിയസ് ഗ്രൂപ്പ് മെമ്പർ ടോജിക്ക് കോൾ ചെയ്യുന്നു. മുകളിലുള്ളവർക്ക് നിന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ട് അണ്ടർഗ്രൗണ്ട് വെബ്സൈറ്റിൽ അവളുടെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നു. സോ നീ ചെയ്തില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ചെയ്യും. നിനക്ക് തരാമെന്ന് പറഞ്ഞ പണം നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നാ റിലീജിയസ് മെമ്പർ പറയുന്നു. കുഴപ്പമില്ല, നടക്കുന്നതെല്ലാം നല്ലത് തന്നെയാണ്. കഴിഞ്ഞ 100 വർഷമായി 6 ഐസ് പീരിയഡ് വിത്ത് ലിമിറ്റ്ലെസ് ഗേൾസ് ടെക്നിക് കിട്ടിയ ഗോജോ ഫാമിലിയിലെ ഒരേ ഒരു സന്തതിയാണ്. അവനുണ്ടാവുമ്പോ ആ പെണ്ണിനെ തൊടാൻ പോലും ആരെ കൊണ്ട് സാധിക്കില്ല. ഓ, അപ്പൊ നിന്നെ കൊണ്ട് പറ്റില്ലേ എന്ന് അയാൾ ഫോണിലൂടെ ചോദിക്കുന്നു. അപ്പോഴാണ് ടോജി ടിവിയിലോട്ട് നോക്കുന്നത്. അവന് കുറച്ചധികം സന്തോഷമാവുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവൻ ബെറ്റ് കെട്ടിയ ആ ബോട്ട് മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കറിയാം, ചിലപ്പോ പറ്റും, ചിലപ്പോ പറ്റൂല. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, അണ്ടർഗ്രൗണ്ട് വെബ്സൈറ്റില് അവളെ പിടിച്ചു കൊടുക്കുന്ന ടൈം ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി കൂട്ടാൻ നോക്ക്. അങ്ങനെയാവുമ്പോ അവളെ ഇനി ഒരുപാട് പേര് പിടിക്കാൻ വേണ്ടി വരും. അങ്ങനെ ഗോജോയെ ഇനി ഒരുപാടധികം തളർത്താൻ സാധിക്കും. ഇതേ സമയമാണ് അവൻ ടിവിയിലോട്ട് നോക്കുന്നത്. നോക്കുന്ന സമയത്ത് അവന്റെ ബോട്ട് വീണ്ടും പുറകിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ടോജി, ആ 30 മില്യൺ അത് അവിടെ എടുത്തു വെക്ക്, ഞാനിതാ വരുന്നു. നീ എന്താ കളിക്കുവാണോ? നീ പറയുമ്പോ അത് ഇവിടെ അങ്ങ് എടുത്തു വെക്കുവോ എന്നൊക്കെ പറഞ്ഞ് അയാൾ ടെൻഷൻ ആവുന്നു. ഇത് കേട്ട് ടോജി ഫോൺ കട്ട് ചെയ്യുന്നു. സോ ടോജി അവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഗെറ്റോനെയാണ്. അവർ റീക്കോയെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവന്റെ മുമ്പിലോട്ട് ഒരു അപ്പൂപ്പൻ വരുന്നത്. ജുജുത്സു ഹൈയിലെ യൂണിഫോം കണ്ട് തന്നെ രക്ഷിക്കാൻ വേണ്ടി ഷിക്കഗാമിയെ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കിളവൻ എക്സ്പീരിയൻസിലാണ്. ഇതേ സമയം ഗെറ്റോ അങ്ങോട്ട് 2 കേഴ്സുകളെ കൊണ്ടുവരുന്നു. ഇത് കണ്ട് ആ അപ്പൂപ്പൻ ഞെട്ടുന്നു. യാതൊരു മന്ത്രവും ചെല്ലാതെ ഇവൻ എങ്ങനെയാ ഇത് കൊണ്ടുവരുന്നേ? ഓ, കേഴ്സ് മാനിപ്പുലേഷനോ എന്ന് ആ അപ്പൂപ്പൻ വിചാരിക്കുന്നു. അതെ, അത് തന്നെ. വെറുതെ വയസ്സാം കാലത്ത് ഇതൊക്കെ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഗെറ്റോ ചോദിക്കുന്നു. വയസ്സായാലും ജീവിക്കാൻ പണം തന്നെ വേണ്ടേ മോനെ എന്ന് അപ്പൂപ്പൻ പറയുന്നു. കേഴ്സുകളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് ഇവനും ഷിഗാമി യൂസറെ പോലെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ചെറിയ പയ്യനായതുകൊണ്ട് ഇവൻ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക എന്നുള്ള കാര്യം എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ഇവനെ പോലെയുള്ള ആരും എടുത്തോട്ട് വന്ന് ഫൈറ്റ് ചെയ്യില്ല. ക്ലോസ് കോമ്പാറ്റ് ആണ് ഇവന്റെ ബലഹീനം. എന്നെ പോലെയുള്ള ഒരാള് എടുത്തോട്ട് വന്ന് ഫൈറ്റ് ചെയ്യില്ലെന്നായിരിക്കും അവൻ വിചാരിക്കുന്നത്. അപ്പോ അവന്റെ അടുത്ത് പോയി ഫൈറ്റ് ചെയ്താ അവനെ കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നാ അപ്പൂപ്പൻ ചിന്തിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതൊന്നും നടക്കാൻ പോകുന്നില്ല കളവ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ വലിയ വേം കേഴ്സിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നു. സോ അപ്പൂപ്പനെ മുഴുവനായിട്ടും വിഴുങ്ങിയെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പുറകിലെ ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ട് അപ്പൂപ്പൻ ചാടി വരുന്നത്. ഗെറ്റോയെ ഇപ്പൊ കൊല്ലടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതാ അപ്പൂപ്പന്റെ മുമ്പിൽ ഒരു പട്ടിക്കുട്ടി. 50 വർഷങ്ങൾക്ക് മുമ്പ് അപ്പൂപ്പൻ വളർത്തിയ ഒരു പട്ടിക്കുട്ടിയായിരുന്നു അത്. ആ പഴയ ഓർമ്മകളൊക്കെ പുള്ളിക്കാരൻ അഴവിറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതൊരു ഇല്യൂഷൻ ആണെന്നുള്ള കാര്യം അപ്പൂപ്പൻ മനസ്സിലാക്കുന്നത്. സ്വബോധത്തിലോട്ട് വന്ന അപ്പൂപ്പൻ ഗെറ്റോയുടെ കയ്യിൽ നിന്നും അടിമേടിച്ച് താഴെ കിടക്കുന്നതാണ് കാണുന്നത്. എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി,
നിങ്ങൾ സ്റ്റാർ റിലീജിയസ് ഗ്രൂപ്പിൽ ചേർന്ന ആളാണോ അതോ ക്യൂ ഗ്രൂപ്പിൽ ചേർന്ന ആളാണോ? പിന്നീട് നമ്മൾ കാണുന്നത് ഗോജോനെയാണ്. അവനിപ്പോ റിക്കോ ഇരിക്കുന്ന ക്ലാസ്സിലോട്ട് വരുന്നു. ഗോജോയെ കണ്ടുവരെ തന്നെ റീക്കോ നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുവാണ്. സോ കുട്ടികളെല്ലാം തന്നെ ഗോജോയെ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു. അവൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണോ? സത്യം പറയടി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളൊക്കെ റീക്കോയോട് ചോദിക്കുന്നു. അവൻ എന്റെ കസിൻ ആണെന്ന് റീക്കോയും പറയുന്നു. ആ ഗ്ലാസ് ഒന്ന് മാറ്റൂ, നിങ്ങളുടെ കണ്ണൊന്ന് നോക്കട്ടെ എന്ന് കുട്ടികൾ പറയുന്നു. സോ അങ്ങനെ ഗോജോനെ കണ്ട് എല്ലാവരും അവിടെ ക്രഷ് അടിച്ചു നിൽക്കുന്നു. ഇതേ സമയമാണ് ആ ടീച്ചർ അങ്ങോട്ട് വരുന്നത്. ക്ലാസ് നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഓടിച്ചാടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് വിചാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഗോജോക്ക് നമ്പർ കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് കുട്ടികൾ ടെൻഷൻ ആവുന്നു. ഈ ഒരു ഗ്യാപ്പിൽ റീക്കോയും കൊണ്ട് ഗോജോ അവിടെ നിന്നും പോകുന്നു. ഇപ്പൊ തന്നെ നമ്മൾ ജുജുത്സു ഹൈയിലോട്ട് പോകാൻ പോവാ, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ നിന്റെ ഫ്രണ്ട്സും ഇതിൽ പെട്ടുപോകും. ഇതേ സമയം റീക്കോയെ കൊല്ലാൻ വേണ്ടി വന്ന ഒരാൾ റീക്കോയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്താ സ്റ്റാർ റിലീജിയസ് ഗ്രൂപ്പിൽ നിന്നും വരുന്ന ആളാണോ എന്ന് കുറോയ് ചോദിക്കുന്നു. അങ്ങനെ കുറോയ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മോപ്പ് ഉപയോഗിച്ച് അവനെ വാരിക്കോരി അടിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ഗെറ്റോ വരുന്നു. അവന്റെ കേസ് മാനിപ്പുലേഷൻ യൂസ് ചെയ്ത് അയാളെ അവിടെ പിടിച്ചു വെക്കുന്നു. റീക്കോ എവിടെയാണെന്ന് ഗെറ്റോ ചോദിക്കുന്നു. ഗോജോയുടെ കൂടെ പോയെന്ന് കുറോയും പറയുന്നു. ഇതേ സമയം തന്നെ ഗെറ്റോ പിടിച്ചു വെച്ചിരുന്ന ആൾ അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നു. ഷിക്കിഗാമിയോ എന്ന് ചോദിക്കുകയാണ് കുറോയ്. ഷിക്കിഗാമിയല്ല എന്ന് ഗെറ്റോയും പറയുന്നു. സോ അവരിപ്പോ ഗോജോയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. റീക്കോ അമ്മാനെ കൊന്നു കളഞ്ഞ 30 മില്യൺ കിട്ടുമല്ലേ എന്ന് ഗോജോ ഗെറ്റോയോട് ചോദിക്കുന്നു. അതെ, കേഴ്സ് യൂസേഴ്സിന്റെ അണ്ടർഗ്രൗണ്ട് വെബ്സൈറ്റിലാണ് ഞാനത് കണ്ടത്. നാളെ രാവിലെ 11 മണിക്കുള്ളിൽ കഥ കഴിക്കണം. സോ ഇപ്പോഴാണ് ഗോജോക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത്. ഒരേപോലെയുള്ള 4 പേര് അങ്ങോട്ട് വന്നിരിക്കുന്നു. ഇവരെല്ലാം ഷിക്കിഗാമിയാണോ എന്ന് റീക്കോ ചോദിക്കുന്നു. ഷിക്കിഗാമി ഒന്നുമല്ല, ഇവരെല്ലാം പൈസ കൊടുത്തു വെക്കാൻ മാത്രം സോസറേഴ്സിന്റെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ. ശരി, നിങ്ങളൊക്കെ പൈസയൊന്നും ഞങ്ങളുടെ കൂടെ നിർത്താം എന്ന് ഗോജോ അവരോട് പറയുന്നു. ഇല്ല ഇല്ല ഇല്ല, മനുഷ്യർക്ക് സഹായം ചെയ്യുന്ന ഒരു പണിക്ക് ഞങ്ങൾ നൽകുന്നില്ല. നീ ഇപ്പൊ മര്യാദയ്ക്ക് ആ പെണ്ണിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് ഇവിടെ നിന്നും പൊക്കോ എന്ന് അവർ പറയുന്നു. ഇവളുടെ കയ്യിൽ അതിന് മാത്രം എന്താണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ഗോജോ തന്റെ കൈ അവർക്ക് നേരെ നീട്ടുന്നു. രണ്ടുപേര് പറന്നു വന്ന് താഴെ വീഴുന്നു. സോ താഴെ കിടക്കുന്ന രണ്ടുപേരും മറിഞ്ഞു പോകുന്നില്ല. ഇവരെന്താ മറിഞ്ഞു പോവാത്തെ? ഇവർ ഷിക്കിഗാമിയല്ലേ എന്ന് റീക്കോ ചോദിക്കുന്നു. ഇവരൊന്നും ഷിക്കിഗാമിയല്ല, ഇവരൊക്കെ ക്ലോൺസ് ആണ്. അതുകൊണ്ട് ഇവരിൽ 5 പേരിൽ യഥാർത്ഥ ആളെ അടിച്ച് താഴെട്ടാൽ മാത്രമേ ഇവർ മറിഞ്ഞു പോവുള്ളൂ. സോ ഇതുപോലത്തെ ക്ലോൺസിനെ പണ്ട് ജാക്കി ചാൻ കൊച്ചു ടിവിയിലാണെന്ന് തോന്നുന്നു, ഏതിലോ ഒന്നിൽ കണ്ടിട്ടുണ്ട്. ഇതേ സമയം 2 ക്ലോൺസ് വന്ന് ഗോജോയെ ഇടിക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ അവനക്ക് ചുറ്റും ഇൻഫിനിറ്റി ഉള്ളത് കൊണ്ട് ഗോജോയെ തൊടാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത് കണ്ട് ആ ക്ലോൺസിന്റെ യഥാർത്ഥ ശരീരം ഞെട്ടി നിൽക്കുന്നു. ക്ലോൺസിനെ ഉണ്ടാക്കുന്നതല്ലേ നിന്റെ പവർ. സേഫായിട്ട് ഒരു ക്ലോൺ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ ക്ലോണിന്റെ ശരീരത്തിലോട്ട് നിന്റെ ശരീരം നിനക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള നിങ്ങൾ എന്താ ഇത്രയും വീക്ക് ആയിട്ടിരിക്കുന്നേ എന്ന് ഗോജോ അവരോട് ചോദിക്കുന്നു. ഇവനിക്ക് എങ്ങനെ എന്റെ പവറിനെ പറ്റി അറിയാം എന്ന് ചിന്തിക്കുകയാണ് ആ ക്ലോൺ. എന്റെ ടെക്നിക്ക് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ടെക്നിക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ട പവറാണ് ഇൻഫിനിറ്റ്. പറഞ്ഞു വരുമ്പോ ഇതൊരിക്കലും അവസാനിക്കില്ല. എപ്പോഴും ഇതിങ്ങനെ ആക്ടിവേറ്റ് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ മുമ്പിലോട്ട് എന്ത് വന്നാലും എന്നെ തൊടാൻ സാധിക്കില്ല. ചില സമയത്ത് ഈ പവർ ഉപയോഗിച്ച് പലതിനെയും എനിക്ക് ക്രഷ് ചെയ്യാൻ സാധിക്കും. സോ പോസിറ്റീവായി യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡിഫൻസിന് വേണ്ടി യൂസ് ചെയ്യാം, നെഗറ്റീവായി യൂസ് ചെയ്യുന്ന സമയത്ത് അറ്റാക്കിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ഇതിലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എന്റെ ടാർഗറ്റിന് മാത്രം അത് ഫോക്കസ് ആയി ഉപയോഗിക്കാൻ പറ്റില്ല. ചുറ്റുമുള്ള ബാക്കിയുള്ള എല്ലാത്തിനെയും അത് ഇല്ലാതാക്കും. ഇതൊക്കെ കേട്ട് ആ ക്ലോൺ ഇനി ഇവിടെ നിന്നാ പണി കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നു. ഇത് കണ്ട് ഗോജോ മുമ്പിലുണ്ടായിരുന്ന ബിൽഡിംഗിന് നേരെ കൈ അങ്ങ് നിവർത്തുന്നു. ആ ബിൽഡിംഗ് അങ്ങ് പൊട്ടി അതിനുള്ളിലോട്ട് ഗോജോ അങ്ങ് പോകുന്നു. ഇതാണ് ഡിവിജൻസ് ഓഫ് ഇൻഫിനിറ്റി. സോ ഓടിപ്പോയ ആ ക്ലോൺ ഇപ്പൊ ഗോജോയുടെ മുമ്പിലോട്ട് വരുന്നു. അങ്ങനെ ഗോജോ റിവേഴ്സ് കേഴ്സ് ടെക്നിക് റെഡ് ഉപയോഗിച്ച് അവനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അത് ചീറ്റി പോകുന്നു. ശരി, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഗോജോ അവനെ മോന്ത് കിട്ടുന്നു കൊടുക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ശരിയായിട്ട് ചെയ്തതാണല്ലോ എന്ന് ഗോജോ ചിന്തിക്കുന്നു. ഇത് കണ്ട് റീക്കോ ഇവൻ എപ്പോഴും എങ്ങനെയാണോ എന്ന് ചിന്തിക്കുകയാണ്. സോ ഇതേ സമയം റീക്കോയുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നു. കുറോയെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.